ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു അടിപൊളി കൊഴുക്കട്ട ഉണ്ടാക്കിയല്ലോ. അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് കുറച്ച് പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ചോറുണ്ടാക്കുന്ന അരി. അതിനുശേഷം അത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ആറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് അരി അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും ഉപ്പും ആഡ് ചെയ്യാം. അതിനുശേഷം അടി കട്ടിയുള്ള നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ച് ആ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ അതിലോട്ട് ചേർക്കുക. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ചൂടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ജീരകം, അതുപോലെ തന്നെ തേങ്ങ, ചിരകിയ തേങ്ങ ഇതാണ് ചേർക്കുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അരിമാവ് ദോശക്കരയ്ക്കുന്ന പോലെ ഒത്തിരി എന്താ പറയുക, വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കട്ടിയിൽ അരച്ചെടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ നല്ല, കാരണം ഞാനൊക്കെ പഴയ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം നല്ല സോഫ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ എന്താ പറയുക, വലിച്ചെടുക്കുന്ന പോലെ കുറച്ച് സമയം ഒന്ന് ചൂടാക്കി എടുക്കുക. ചെറു തീയിൽ ചൂടാക്കിയാൽ മതിയേ. പാനിൽ വെച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടിയിലൊന്നും പിടിക്കില്ല അത്. അപ്പം അങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. എൻ്റെ മാവൊക്കെ ചൂടായിട്ടുണ്ട്. ഇത് കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു എന്താ പറയുക, കൈക്ക് പറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ ഞാൻ കുറച്ച് എണ്ണം മാത്രമേ എന്താ പറയുക, നമ്മുടെ ശർക്കര ചേർത്ത് കൊഴുക്കട്ട പോലെ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ സാധാരണ നോർമലൊന്നും ചേർക്കാത്ത രീതിയിൽ കറി കൂട്ടി കഴിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ശർക്കര ആവശ്യത്തിന് തേങ്ങയും ശേഷം അത് ചിരക്കിയിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഞാനൊരു ആറ് കൊഴുക്കട്ടക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ഉണ്ട എടുത്തിട്ട് നമുക്ക് അതിൽ പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ പോർഷനായിട്ട് എന്താ പറയുക, 6 എണ്ണത്തിനുള്ളത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നതാണ്. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമായല്ലോ നമുക്ക് എടുത്തിട്ട് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ ചൂടാക്കി വെച്ചിട്ടുള്ള എന്താ പറയുക, മാവ് ഒന്നും കൂടെ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ചൂട് കുറച്ച് ആറിയതിന് ശേഷം ആക്കി തൊട്ടാൽ മതി. നല്ല ചൂടോടെ കൈ തൊട്ടാൽ കൈ പൊള്ളിപ്പോവും. എൻ്റെതിപ്പോൾ അത്യാവശ്യം നമുക്ക് കൈ ഒന്ന് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ചെറിയ ചെറിയ ബോൾ ഉണ്ടാക്കിയിട്ട് ആദ്യം നോർമൽ ഉണ്ടക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ഉണ്ടാക്കി വെക്കുന്നത്. കൊഴുക്കട്ടയ്ക്ക് ഞാൻ ലാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇഡ്ഡലിപ്പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിപ്പാത്രത്തിൽ താഴത്തെ തട്ടിലാണ് ഇതിങ്ങനെ വെക്കുന്നത്. മുകളിലത്തെ തട്ടിലാണ് കൊഴുക്കട്ടയ്ക്കുള്ളത് എന്താ പറയുക, മധുരം ചേർത്തിട്ടുള്ളത് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഉണ്ടയൊക്കെ, അതായത് നോർമൽ നമ്മൾ കറി കൂട്ടി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഞാൻ നമ്മുടെ ഇഡ്ഡലി തട്ടിലോട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകേണ്ടത് മധുരം കൂട്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ ഈ കാണുന്ന ഈ ഒരു തട്ടിലാണ് വയ്ക്കുന്നത്. കാരണം ഒന്നിച്ച് വെച്ചാൽ അത് പൊട്ടിയിട്ട് എന്താ പറയുക, ശർക്കരയൊക്കെ താഴെ ഇതാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് വേറെ തന്നെ വയ്ക്കുന്നത്.
ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് എന്താ പറയുക പ്രസ് ചെയ്തിട്ട് നല്ല പോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കണം. എന്തായാലും പൊട്ടും, അതിന് ഒരു ആവി കയറുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടും. ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലോട്ട് വയ്ക്കാം. ഇപ്പം ഞാൻ 6 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 6 എണ്ണം ഫില്ല് ചെയ്തിട്ട് 6 എണ്ണം ഇഡ്ഡലി തട്ടിലോട്ട് വെച്ചിട്ടുണ്ട്. മധുരം ഇടാത്തത് ഞാൻ താഴെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ബാക്കിയുള്ളത് മുകളിൽ വെച്ചു. ഇതൊരു 20-25 മിനിറ്റാണ് നമുക്കിത് ആവി കയറ്റി എടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ചൂടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഞാനിത് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ എന്താ പറയുക പീസാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിന്നിത് മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ റെഡിയാക്കിയിട്ടുള്ളത്. ഏറ്റവും എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നമുക്കിതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.